ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, ദിസ് ഈസ് ആനി ലിവി. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന മാർത്ത സെലിനസ് എഴുതിയിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറൈസേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. The scholarship jacket, Martha Salinas. The small Texas school that Martha went to had a tradition of awarding a scholarship jacket to the class valedictorian every year at the 8th grade graduation. അപ്പോൾ നമ്മളുടെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് മാർത്ത എന്നു പേരുള്ള കുട്ടി. ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എല്ലാ വർഷവും ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തി വന്നിരുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന, ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു അവിടെ നടന്നിരുന്നത്. The scholarship jacket was a beautiful gold and green jacket with a big gold S on the left front side. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിലും അതുപോലെ ഗ്രീൻ കളറിലും നിർമ്മിച്ചിട്ടുള്ളൊരു ജാക്കറ്റായിരുന്നു. അതിൻ്റെ ഇടതുവശത്തായിട്ട് എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഗോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെയിം ഓഫ് ദ വിന്നർ വുഡ് ബി പ്രിൻറ്റഡ് ഇൻ ദ ഗോൾഡൻ ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. അതുപോലെ തന്നെ അവാർഡ് കിട്ടുന്നത് ആർക്കാണോ അവരുടെ പേര് ആ പോക്കറ്റിന് മുകളിലായിട്ട് ഗോൾഡൻ ലെറ്റേഴ്സിൽ പ്രിൻ്റ് ചെയ്തിരുന്നു. Martha's sister Rosie had won it before, and Martha expected to win it this year as she had been straight A-level student since her first grade. അപ്പോൾ മാർത്തയുടെ മുതിർന്ന സഹോദരിയായിട്ടുള്ള റോസിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം മാർത്ത 8ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആ അവാർഡ് മാർത്തയ്ക്ക് കിട്ടുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ തന്നെ എല്ലാ സബ്ജക്റ്റിനും A ഗ്രേഡ് വാങ്ങി പാസ്സായി വരുന്ന നല്ലോണം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു മാർത്ത. അതുകൊണ്ട് തന്നെ അവൾ പ്രതീക്ഷിക്കുന്നത് അവൾക്കായിരിക്കും ഇപ്രാവശ്യം ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മാർത്ത ജീവിക്കുന്നത്. Martha was a very thin girl so that her friends called her String Bean and Bean Pole. മാർത്ത വളരെ മെലിഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പലപ്പോഴും ഇരട്ടപ്പേരുകളൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. ഷീ വാസ് ദ ഡോട്ടർ ഓഫ് എ പുവർ മെക്സിക്കൻ ഫാം ലേബറർ. മാർത്തയുടെ പിതാവെന്ന് പറയുന്നത് അദ്ദേഹം ഒരു കർഷക തൊഴിലാളിയായിരുന്നു. സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് മാർത്ത വരുന്നത്. ഷീ വാസ് ലിവിങ് വിത്ത് ഹെർ ഗ്രാൻഡ് പാരൻസ് ഡ്യൂ ടു ദ പോവർട്ടി ഇൻ ഹെർ ഓൺ ഫാമിലി. അപ്പോൾ നമ്മളുടെ മാർത്ത താമസിച്ചു വരുന്നത് ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ്. അതായത് വീട്ടിൽ ധാരാളം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ദാരിദ്ര്യം നേരിടുന്നത് കൊണ്ട് തന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയായിരുന്നു അവൾ താമസിച്ചിരുന്നത്. One day, while going for the PE period, on the way, she remembered that she hadn't taken the PE shorts. അങ്ങനെ ഒരു ദിവസം ഒരു PE പീരീഡിന് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിന് പോകുന്ന സമയത്ത് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ ഓർത്തത് ആ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് എടുത്തിട്ടില്ല എന്നവൾ ഓർത്തു. ഷീ വാക്ക് ബാക്ക് ടു ദ ക്ലാസ് റൂം ടു ടേക്ക് ഇറ്റ്. അവൾ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് നടന്നു. ആ ഷോർട്സ് എടുക്കാൻ വേണ്ടിയായിരുന്നു അവൾ തിരിച്ചു പോയത്. At the classroom door, she overheard the heated argument between her history teacher, Mr. Smith, and math teacher, Mr. Booney. അങ്ങനെ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹിസ്റ്ററിയുടെ ടീച്ചറായിട്ടുള്ള സ്മിത്തും അതുപോലെ തന്നെ മാത്സിൻ്റെ ടീച്ചറായിട്ടുള്ള ബൂണിയും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്, ഒരു വാക്ക് തർക്കം അവൾ അവിടെ നിന്ന് കേട്ടു. They were arguing about the scholarship jacket. സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ തമ്മിലടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. Mr. Booney did not want to give the award to Martha because she was Mexican-American girl. അപ്പോൾ മിസ്റ്റർ ബൂണി, അതായത് മാത്സിൻ്റെ ടീച്ചർക്ക് ആ അവാർഡ് മാർത്തയ്ക്ക് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. He wanted to favor Joan, who has an American and the daughter of the school board member. അപ്പോൾ അദ്ദേഹം താല്പര്യപ്പെടുന്നത് ജോആൻ എന്ന് പറയുന്ന കുട്ടിക്ക് ആ അവാർഡ് കൊടുക്കാനായിരുന്നു. കാരണം അവളൊരു അമേരിക്കക്കാരിയാണ്, പോരാത്തതിന് സ്കൂൾ മാനേജ്മെൻറ്റിലെ അംഗമായിട്ടുള്ളൊരു വ്യക്തിയുടെ മകൾ കൂടിയാണ്. But Mr. Smith strongly opposed his suggestion as he believed that it was racial discrimination and more than that Joan's grades were nowhere near Martha's. പക്ഷേ ഹിസ്റ്ററിയുടെ ടീച്ചറായിട്ടുള്ള സ്മിത്ത് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു റേസിസമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോആൻ്റെ മാർക്കും അതുപോലെ മാർത്തയുടെ മാർക്കും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു. കാരണം മാർത്ത നല്ല മാർക്ക് വാങ്ങി മുന്നിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഹിയറിംഗ് ദിസ് കോൺവെർസേഷൻ മാർത്ത ബിക്കെയിം ടോട്ടലി അപ്സെറ്റ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. അങ്ങനെ തന്നെക്കുറിച്ചുള്ള ഈ വാക്ക് തർക്കമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മാർത്ത മൊത്തത്തിൽ മെൻ്റലി വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് മാറി. The following day, the principal told Martha that the policy of the scholarship had changed. അങ്ങനെ പിറ്റേ ദിവസം പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മാർത്തയെ വിളിച്ചു. എന്നിട്ട് ബോർഡ് മെമ്പേഴ്സിൻ്റെ ഒരു പുതിയ തീരുമാനം, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം അദ്ദേഹം മാർത്തയുടെ അടുത്ത് അറിയിച്ചു. The principal warned her that she had to pay $15 for the award, otherwise it would be given to the other student.
അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ $15 അടയ്ക്കണമെന്നായിരുന്നു. ആ $15 അടയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവാർഡ് മറ്റൊരു കുട്ടിക്ക് കൊടുക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. മാർത്ത വെൻറ്റ് ഹോം ഓൾ ദി വേ ക്രൈയിങ് ആൻഡ് എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു ഹർ ഗ്രാൻഡ് പാ. അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം ഗ്രാൻഡ് ഫാദറിനോട് അല്ലെങ്കിൽ ഗ്രാൻഡ് പേയോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. മാർത്താസ് ഗ്രാൻഡ് ഫാദർ വാസ് സം വാട്ട് എ റിച്ച് ഫാമർ. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഫാർമർ ആയിരുന്നു. ദോ ഹി വാസ് അൺഎഡ്യൂക്കേറ്റഡ്, ഹി വാസ് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അദ്ദേഹം അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും വിൽ പവർ കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ട് പലതും നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. He believed that the scholarship jacket was the fruit of his granddaughter's hard work. അപ്പം തൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെ പറഞ്ഞു മനസ്സിലാക്കി, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സമ്മാനം പോലുള്ള ഒരു കാര്യമാണ്, അതൊരിക്കലും പണം കൊടുത്തു വാങ്ങേണ്ട ഒന്നല്ല എന്ന് മാർത്തയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. He refused to pay the money and told Martha to inform the principal that if she paid it wouldn't be an award. അപ്പോൾ മാർത്തയുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പണം കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, അതുപോലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി പറയേണ്ട കാര്യം എന്താണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു അവാർഡ് ആകില്ല എന്ന് അദ്ദേഹം മാർത്തയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. The next day, Martha informed the principal about her grandpa's decision, which made him change his mind. അങ്ങനെ പിറ്റേ ദിവസം മാർത്ത തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ള കാര്യം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് അറിയിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ തെറ്റ് റിയലൈസ് ചെയ്യായിരുന്നു. അതായത് ഡിസേർവ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ്, അല്ലാതെ പൈസ വാങ്ങിയിട്ടല്ല ഒരു അവാർഡ് കൊടുക്കേണ്ടത് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കി. The principal told Martha that he would recommend the management to give her an exemption and she would get the jacket free of cost. അങ്ങനെ അവസാനം പ്രിൻസിപ്പാൾ പറഞ്ഞു മാർത്തയുടെ കാര്യം മാനേജ്മെൻറ്റുമായിട്ട് അദ്ദേഹം സംസാരിക്കാം, അദ്ദേഹം ഒരു ഓഫറായിട്ട് അത് കൊടുത്തു, അതുപോലെ തന്നെ അവൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് തന്നെ കിട്ടുമെന്നും അവളുടെ അടുത്ത് അറിയിച്ചു. മാർത്ത became extremely happy and rushed homeward crying, but this time it was cry of joy and excitement. അങ്ങനെ അന്നത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. പക്ഷേ ആ കരച്ചിലിന് ഒരു സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. അതായത് തനിക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൻ്റെ സന്തോഷവും ആ എക്സൈറ്റ്മെൻറ്റും കൊണ്ടൊക്കെ ആയിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയത്. ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് കാര്യം അറിയിച്ചു. ഗ്രാൻഡ് ഫാദർ അവളുടെ തോളത്ത് തട്ടിയിട്ട് അവൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നൊരു കാര്യം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ മാർത്ത സലിനസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു 14 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നേരിടുന്ന സ്ട്രഗിൾസിനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അവരെടുത്ത് കാണിക്കുന്നത്.